ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കിച്ചൺ ആണ് കാണിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റ് ആണ്. ഇത് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ നല്ല പ്രീമിയം പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകത കംപ്ലീറ്റ് വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ആ ഒരു കോമ്പിനേഷൻ ആട്ടോ. ഗ്രേ വൈറ്റ് ബ്ലാക്ക്, ഈ ഒരു കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് വരുന്നത്. 13 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ ചെയ്ത ഒരു മോഡേൺ ആൻഡ് സിമ്പിൾ വീട്. മലപ്പുറം ജില്ലയിലാണ് നമ്മളുള്ളത്. മലപ്പുറം ജില്ലയിലെ കക്കാടംപുറത്താണ് ഈ ഒരു സൈറ്റ് വരുന്നത്. നിസാർക്കാർക്കും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ വർക്കാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഹോം ടൂർ ആയിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു വീടാണ്. ഈ ഒരു ഹോം ടൂറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് നിസാർക്കാരുടെ വൈഫിന്റെ ഐഡിയ ആണ് കേട്ടോ. നമ്മൾ ഒരു 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 6 മന്ത് ഒക്കെ മുന്നായിട്ട്, ഇതൊരു ഏകദേശം 1 ഇയർ മുന്നേ തന്നെ ഈ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് നട്ടു. പേൾ ഗ്രാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് കംപ്ലീറ്റ് വളരെ നീറ്റായിട്ട് ഇപ്പോൾ ഇതൊക്കെ പൂത്തിട്ടുണ്ട്, ഇതിലൊക്കെ കായ്കളുണ്ട്. അതുപോലെ ആ ചെറിയ നാരങ്ങയിലൊക്കെ ഉണ്ടോ, ഈ ചെറിയ മാവിലൊക്കെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടുമുറ്റത്തുള്ള പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. വീട് പണി നടക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. നേരത്തെ ഈ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വീട് പണി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ഒക്കെ തരുന്ന രീതിയിൽ ഇത് സെറ്റായി കിട്ടും. ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായിട്ട് ഇതുപോലൊരു ആർച്ച് ടൈപ്പ് ഡോറ് കൊടുത്തിട്ടുണ്ട്. കേർവ് ഷേപ്പിലാണ് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എലിക്കോണിയ പ്ലാന്റ് വേറൊരു ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ബാംബു ലീഫും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഫ്രണ്ട് എലിവേഷൻ ആണ്. പക്ഷേ ഇത് ഫ്രണ്ട് എലിവേഷൻ അല്ല. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വർക്ക് ഏരിയ ആണ്. അതിന് ഒരു വാള് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ ആക്കിയപ്പോൾ അത് കൂടുതൽ മനോഹരമായി. എന്തായാലും അകത്തുനിന്ന് കാണിക്കാം ഇതിന്റെ എക്സ്റ്റീരിയർ ലുക്ക്. അതിവിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു മോൾഡഡ് ഫൈബർ ടൈപ്പ് സിറ്റ് ഔട്ട് ചെയർ കൊടുത്തിട്ടുണ്ട്. മാർബിൾ കംപ്ലീറ്റ് വരുന്നത് കട്നി ഗ്രേ ആണ് കേട്ടോ. നല്ലൊരു ഭംഗി, ഒരു അട്രാക്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലെപ്പോട്ര ഗ്രാനൈറ്റ്, ഈ ടെക്സ്ചർ ടൈപ്പ് ഗ്രാനൈറ്റ് ആണ്. നമ്മൾ സ്റ്റെപ്പിലൊക്കെ കൊടുക്കുന്ന ഗ്രിപ്പും ഉണ്ടാവും, പിന്നെ കാണാനും ഭംഗിയുണ്ടാവും. ഗ്രാനൈറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പെട്ടെന്ന് പൊട്ടൂല. അതുകൊണ്ടാണ് ഈ അടിച്ച് വരുന്ന ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ബ്ലാക്ക് വൈറ്റ് ഗ്രേ എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് ഈ കംപ്ലീറ്റ് വീടിന്റെ എൻ്റയർ പോർഷനുകളും പോകുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ടിനെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ സ്റ്റെപ്പിന്റെ ഏരിയ ചെറിയ പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാർട്ടീഷൻ കാണുമ്പോൾ വുഡാണെന്ന് വിചാരിക്കും. വുഡിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ മഴ പെയ്താൽ ഈർപ്പം പിടിച്ചിട്ട് അത് ഫംഗസ് വരികയൊക്കെ ചെയ്യും. ഇത് മെറ്റൽ ഫ്രെയിമിൽ വുഡൻ പെയിന്റിങ് കൊടുത്തതാണ്. അതേപോലെ വരച്ചെടുത്തുകൊണ്ട് ഒരു മിനിമൽ ആൻഡ് ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലും അതിൻ്റെ അതേ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയൊരു ഗാർഡൻ ഫീല്, ഗ്രീനറി ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈറ്റായിട്ട് ചെറിയ രീതിയിൽ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. മെയിൻ ഡോർ കൊടുത്ത മിനിമൽ ഡിസൈനിലാണ്. ഇതിന്റെ ഹാൻഡിൽ കണ്ട, ഈ ഒരു ലോങ് ഹാൻഡിൽ കൊടുത്തപ്പോൾ ഈ ഒരു ഡോറ് പ്രീമിയം ലുക്കിലേക്ക് വന്ന് കംപ്ലീറ്റ് എൻ്റയർ ഈ ഒരു ഡോറ് ഒരു പ്രീമിയം ലുക്കിലേക്ക് വന്ന്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഒരു അതിവിശാലമായ ഡൈനിങ് പ്ലസ് ലിവിങ്, വാഷ് ബേസിന് ഒക്കെ ഒരു സിംഗിൾ ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം പല സ്ഥലത്തും ഇതൊരു കൺജഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്, പക്ഷെ ഇവിടെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഈ ഒരു ഏരിയയിൽ, ലിവിങ് ഈ ഒരു ഏരിയയിൽ, അതിന് ഒരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തതാ കേട്ടോ. ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലുള്ള പാർട്ടീഷനാണ് ഇത്. പെയിന്റിംഗ് ആണ് ഇതിന്റെ ഈ ഒരു ഭാഗമൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിലേക്ക് തന്നെ മാച്ച് ആയിട്ടുള്ള ഒരു ചെറിയ ഫ്ലവർ പോട്ടോ. ഡൈനിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ലിവിങ്, ഒരു 2 2 സീറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ക്യൂട്ടായിട്ട് മെറ്റൽ ലെഗിലാണ് ഇതിന്റെ ലെഗ് വരുന്നത്. ഒരു കേർവ് ഷേപ്പിലാണ്, പോക്കറ്റ് സ്പ്രിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് റെസ്റ്റ്, ഒരു റെക്രോൺ പില്ലോ ഒക്കെ സപ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാച്ചായ രീതിയിലുള്ള ബ്ലാക്ക്, ഈ ഒരു ഗ്രേ ലൈനൊക്കെ വരുന്ന ടൈപ്പ് ഒരു ടീപ്പോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഫുൾ ലെങ്ത് പ്ലീറ്റഡ് കർട്ടനാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ബാക്കിലായിട്ട് ഷീർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 രീതിയിലും ഉപയോഗിക്കാം. കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിടാം. ഇനി വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്താൽ വെളിച്ചം കിട്ടുകയും ചെയ്യും. വളരെ മിനിമലായിട്ടാണ് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ മിനിമലാണ്. കൂടുതൽ ഓവറാക്കിയിട്ട് ഒരു ഡിസൈനും ചെയ്തിട്ടില്ല. വാഷ് ബേസിന് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊരു 45-ലാണ് ഇതിൻ്റെ
ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, കണ്ടില്ലേ 45 ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽസ് ഇല്ല, നമുക്ക് തുറക്കാൻ വളരെ ഈസിയാണ്. പിന്നെ സിമ്പിളായിട്ട് ഒരു മിററിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഫ്ലൂട്ടഡ് ടൈപ്പ് ടൈലാണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ്, കാണാൻ വളരെ മനോഹരവുമാണ്. ആർട്ടിഫിഷ്യൽ ടോപ്പിൽ വരുന്ന ഒരു 8 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കുഷൻ ടൈപ്പ് ചെയർ, ഇപ്പോൾ ട്രെൻഡ് കുഷൻ ടൈപ്പ് ചെയർ ആണല്ലോ, അതുപോലെ റെക്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഷാൻലിയർ കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അതിന്റെ സീലിങ്ങും വളരെ മിനിമലാണ്. ടോപ്പിൽ അതുപോലെ വിൻഡോ കൊടുത്തതുകൊണ്ട് പകലാണെങ്കിലും വെളിച്ചത്തിന് യാതൊരു കുറവും വരുന്നില്ല. പകൽ ഇഷ്ടംപോലെ വെളിച്ചമുണ്ട്, നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ശരിക്കും ഡൈനിങ്ങിലൊന്നും. ഡൈനിങ്ങിൽ നിന്നും വരുമ്പോൾ നേരെ കാണുന്നത് ഈ ഒരു വ്യൂ ആണ്. മിനിമലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രേ ടെക്സ്ചർ മാർബിൾ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 4 ഗോൾഡൻ ലൈൻസും കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് മാറി. ഈ ഡൈനിങ്ങിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഗസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇതിന് കോമൺ ബാത്റൂമാണ്, ഈ സ്റ്റെയറിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഹെഡ് വരുന്നുണ്ട്, ഇതിലൊരു സ്റ്റഡി ഏരിയ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ഷെൽഫ്, അതുപോലെ തന്നെ ഇവിടെ 2 ഡോർ വാർഡ്രോബ് വിത്ത് ഡ്രസ്സിങ് ടേബിള്. ഡ്രസ്സിങ് ഒക്കെ ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ റൂമുകളാണെങ്കിലും കിച്ചൺ ആണെങ്കിലും എവിടെയാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്, ഒന്നും കുത്തി നിറച്ചിട്ടില്ല. വളരെ മിനിമലായിട്ടാണ് പോയിട്ടുള്ളത്, അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ഈ ഒരു കോട്ടിന് ഒരു സൈഡ് ബോക്സും അത് പ്ലഗ് പോയിന്റിന്റെ അടുത്തായിട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കർട്ടനിൽ നിന്നും പ്ലീറ്റഡ് കർട്ടൻ ആക്കുന്ന സമയത്ത് ഇത്രയും ഹൈറ്റിൽ കർട്ടൻ കൊടുക്കുമ്പോൾ റൂം വളരെ സൈസുള്ള പോലെ കുറച്ചുകൂടെ തോന്നിക്കും കേട്ടോ. ഇനി ഈ ഒരു ഏരിയ അവിടെ സാധാരണ നമ്മൾ സ്റ്റെയറിൻ്റെ അടിയിൽ ബോക്സ് അടിച്ച് ക്ലോസ് ചെയ്യും. ഇപ്പം എനിക്കിത് കണ്ടപ്പോൾ തോന്നുകയാണ്, കാരണം ഇവിടെ ജസ്റ്റ് ഒരു വാൾ ഫ്രെയിം കൊടുത്തിട്ടുള്ളൂ. പിന്നെ അയൺ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് സോളാറിൻ്റെതാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസും വളരെ സ്പേഷ്യസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു റൂമിലേക്കുള്ള കോമൺ ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ഇനി അടുത്തൊരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതിൽ 5 ഡോർ വാർഡ്രോബാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ഭാഗം അങ്ങനെ ഒരു കോൺ ഷേപ്പിൽ സൈഡ് ബോക്സ് കംപ്ലീറ്റ് കൊടുത്തതാണ്. അവിടെ ഓപ്പൺ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കിങ് സൈസ് കോട്ടാണ് വരുന്നത്. 2 സൈഡ് ടേബിൾ കാൻഡിലിവർ ടൈപ്പാണ് കോട്ടും സൈഡ് ടേബിളൊക്കെ വരുന്നത്. ലെഗ് ഇല്ലാത്തത് കൊണ്ട് അത് പ്രത്യേക ഒരു ഭംഗി അട്രാക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ കർട്ടൻ ലോങ് കൊടുത്ത് ഹാൻഡിൽസ് ലോങ് കൊടുത്തത് കൊണ്ട് ഈ വാർഡ്രോബും ഒരു വേറെ തന്നെ ഒരു ഭംഗിയുണ്ട്. 4 ഡോറിൽ പ്ലസ് ഒരു ഹാഫ് ഡോറും വരുന്നുണ്ട്. ഇവിടെയും സൈഡ് ബോക്സ് വരുന്നുണ്ട്. പ്ലീറ്റഡ് കർട്ടൻ തന്നെയാണ് ഈ റൂമിലും കൊടുത്തിട്ടുള്ളത്, ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിങ് ഏരിയ, ഇതൊക്കെ എത്ര സ്പേസസ് ആയിട്ടാണ് കിടക്കുന്നത് അറിയോ. ഡ്രസ്സിങ് ഏരിയ വളരെ നീറ്റായി സിമ്പിളാണ്. ലോങ് മിറർ കൊടുത്തു, അതിൻ്റെ സൈഡിലായിട്ടൊരു ഡ്രോവറും കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഇരുന്നും നിന്നിട്ടൊക്കെ നമുക്ക് ഫുള്ളായിട്ട് നമ്മളെ കാണും. കണ്ടില്ലേ, ഫുള്ളായിട്ട് ഇന്ന് നെവിനൊക്കെ കാണുന്നുണ്ട്. ഇതിനെ കൂടുതൽ അട്രാക്റ്റ് ആക്കുന്നത് ബാക്കിൽ കൊടുത്തിട്ടുള്ള ടെക്സ്ചർ പെയിന്റും ഈ ഒരു ലൈറ്റും ആണ്. ഏറ്റവും മിനിമലിലാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. കിങ് സൈസ് കോട്ടും 2 സൈഡ് ബോക്സും റോമൻ കർട്ടനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് മക്കളെ റൂമാണ് തോന്നുന്നു. ഇഷ്ടംപോലെ മറ്റേ സ്പോർട്സ് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സിങ്ങിന് പകരം ഒരു മിററേ കൊടുത്തിട്ടുള്ളൂ. ഒരു 3 ഡോർ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. എല്ലാം മിനിമൽ കളറിലാണ് പോയിട്ടുള്ളത്. ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമുക്ക് മിനിമൽ കളറിലും മിനിമൽ തീമിലും പോയാൽ നമുക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. മറ്റൊരു കൺജഷൻ ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ കളറാണെങ്കിൽ കുറച്ച് ഡാർക്ക് കളറൊക്കെ നമുക്ക് മടുപ്പ് വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടം ഒരു മിനിമൽ തീമിൽ പോകുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് മെയിൻ ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ്. ഓപ്പൺ കിച്ചൺ ഡൈനിങ്ങിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് കാണാം. ഇൻ കേസ് ഇനി ഇവിടെ നമുക്കൊരു കർട്ടനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഏറ്റവും വലിയ പ്രത്യേകത കംപ്ലീറ്റ് വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ആ ഒരു കോമ്പിനേഷൻ ആട്ടോ. ഗ്രേ വൈറ്റ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് വരുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് WPCയിലാണ്. WPC 3 ലെയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. തോംസൺ എന്ന ബ്രാൻഡിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചണിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റും ഈ ക്ലയന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവർക്കുള്ള എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ വീടുകളിൽ ഡൈനിങ് ടേബിൾ നല്ല ഉഷാറാക്കി ചെയ്യും, പക്ഷേ ഡൈനിങ്ങിൽ ഇരുന്ന് അധികം ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ കിച്ചണിൽ ഒരു ഇടം നമുക്ക് വേണം. അതിനായിട്ട് ഒരു കിച്ചൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 സീറ്റ് ആണ്. ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ്ങിൽ പോയി കൈ കഴുകാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കിച്ചണിൽ തന്നെ വാഷ് ബേസിനും വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് CCTVയോ അല്ലെങ്കിൽ TV ഒക്കെ കാണാൻ പറ്റിയ ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ക്രോക്കറി ഷെൽഫാണ് വരുന്നത്. ഇത് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാണ് കൊടുത്തിട്ടുള്ളത്.
ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ നല്ല പ്രീമിയം പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് ഇതിൽ വെച്ചിട്ടുള്ളത്. എന്തൊരു ഭംഗിയാ നോക്കൂ. ഇതിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തതാണ് ഇതിനെ കൂടുതൽ അട്രാക്റ്റ് ആക്കുന്നത്. ഇനി ഇതിപ്പോൾ ക്ലോസ് ചെയ്താലും ഇതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. കണ്ടോ, ഇത് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ്, ഹെറ്റിച്ചിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഓവൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രോക്കറി ഷെൽഫിന്റെ കൺസെപ്റ്റിൽ തന്നെ ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് ഡോറിൽ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ കിച്ചൺ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. ഈ ഒരു ഏരിയയിലായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നൊരു സിങ്കാണ്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ GTPT കൊടുത്തിട്ടുണ്ട്. GTPT സിങ്കിന്റെ അടുത്താകുമ്പോൾ നമുക്ക് ഇവിടുന്ന് കഴുകി വെക്കാനും എടുക്കാനൊക്കെ വളരെ ഈസിയാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. GTPTക്ക് ട്രേ ഉള്ള ടൈപ്പാണ് GTPT കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടും അതേ സെയിം ഗ്ലാസ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഡോറിൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് വരുന്നത് ഡബിൾ ഡോറിലാണ്. അതിവിശാലമായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ്. നല്ല സൈസ് ഉണ്ട്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആയത് തന്നെ കുക്കിംഗ് അവിടെ അല്ല വരുന്നത്. കുക്കിംഗ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ്. ഇവിടെ ചെറിയ രീതിയിൽ കുക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹുഡ് ആൻഡ് ഹോബ് വരുന്നുണ്ട്, കട്ട്ലറി ട്രേ. കുക്കിംഗ് ടോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് പുൾ ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഓയിൽ പുൾ ഔട്ട്, മസാലാസ് ഒക്കെ ഇതിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വേറെ കൺസെപ്റ്റ് കണ്ടോ, മിക്സി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ മിക്സി അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഇനി വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഭാഗമാണ് വർക്ക് ഏരിയ. അതൊരു യൂറോപ്യൻ സ്റ്റൈലിൽ ഫ്രണ്ട് എലിവേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടോ, ഇവിടുന്ന് ഓപ്പൺ ചെയ്താൽ നേരെ കാണുന്നത് ഫ്രണ്ടിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ ഈ ഒരു ഹാളാണ് കാണുന്നത്. ഇതിന് നേരെ താഴെ ഡൈനിങ് ആയിട്ട് കാണാം, ലിവിങ് ഒക്കെ കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടാണ്. ഒരു ചെറിയ ബാൽക്കണി. പുറത്തു നിന്നുള്ള വ്യൂ എക്സ്റ്റീരിയർ ഇതാണ് കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. മുകളിൽ ഒറ്റ റൂമേ വരുന്നുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു കോട്ടും വാർഡ്രോബും ഇട്ടിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇനി ഭാവിയിൽ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ അപ്പം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ലല്ലോ. മിനിമലിലാണ് ഹാൻഡ് റെയിലും ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ തേക്ക് ഫിനിഷിലുള്ള ടോപ്പും അതിന് മിനിമലായിട്ടുള്ള ഗ്ലാസ് ഡിസൈനും. താഴെ ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീടിന്റെ കംപ്ലീറ്റ് പോർഷനും മിനിമലിലാണ് പോകുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഈ ഒരു വീടിന്റെ കംപ്ലീറ്റ് ഏരിയ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗമോ അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമോ ഒന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യണേ.